റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അജയ്യനായി ഡൊണാൾഡ് ട്രംപ്. എതിരാളികളായ നിക്കി ഹാലി, റോൺ ഡിസാന്റിസ്, വിവേക് രാമസ്വാമി എന്നിവർ ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മിൽവോക്കിയിൽ നടന്ന റാലിയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത്. വധശ്രമത്തിന് ശേഷം തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരൻ എന്ന ട്രംപിന്റെ വ്യക്തിത്വം കൂടുതൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ പുരോഗതിക്കായി ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നുവെന്നാണ് മൂന്ന് എതിരാളികളും വ്യക്തമാക്കിയത്. നിക്കി ഹാലി, റോൺ ഡിസാന്റിസ്, വിവേക് രാമസ്വാമി എന്നിവരായിരുന്നു ട്രംപിന്റെ എതിരാളികൾ. പാർട്ടിയിലെ എതിരാളികൾ മൂവരും ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ജനകീയ സ്വാധീനത്തിന്റെ തെളിവാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന നിലപാടിലാണ് നിക്കി ഹാലി. ട്രംപിനെതിരെ ശക്തമായ പ്രചരണം നടത്തിയ വ്യക്തിയാണ് ഹാലി എന്നതും ഏറെ ഗൗരവമർഹിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഡിബേറ്റുകളിലെല്ലാം വൻ മുന്നേറ്റമാണ് ട്രംപ് നേടിയത്. ഈ അടുത്ത ദിവസമുണ്ടായ വധശ്രമത്തിന് പിന്നാലെ ട്രംപിന്റെ ജനപ്രീതി വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു. തുടർന്നാണ് മിൽവോക്കിയിലെ റാലിയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടതും. പ്രസിഡന്റ് ജോ ബൈഡന്റെ ഗ്രാഫ് താഴെ പോയതും തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാണ്. നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് തിരിച്ചുവരുമെന്ന് തന്നെയാണ് നിരീക്ഷകരും പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.